ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് ഞാൻ വന്നെത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ കോട്ടയം റൂട്ട് ഹൈവേ ബസ് റൂട്ടിൽ ഉദയംപേരൂര് SNDP സ്കൂളിനടുത്താണ്. എറണാകുളം കോട്ടയം ഹൈവേയിൽ നിന്നും 350 മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് രണ്ട് വശവും ലോറി കടന്നു വരുന്ന വഴിയുള്ള 4.5 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റ് 3 കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു പുതിയ 4 BHK ഇരുനില ഇൻഡിപെൻഡന്റ് വില്ലയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ട് മുറ്റം മൊത്തം കടപ്പയുടെ കൂടിയ മോഡൽ 2x2 4 സ്ക്വയർ ഫീറ്റ് നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. സ്റ്റോണിന്റെ എല്ലാ ജോയിന്റുകളിലും സ്പേസ് കൊടുത്ത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 കാറുകളാണ് ഫ്രണ്ട് ഭാഗത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. 2 കാറുകളുള്ളവർക്കാണെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ കോമ്പൗണ്ടിനകത്ത് തന്നെ അവരുടെ കാറും കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ള രീതിയിലാണ് പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വില്ലയുടെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു കാറും ഫ്രണ്ട് ഭാഗത്ത് സിറ്റ് ഔട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് 2 കാറുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ റൈറ്റ് സൈഡ് ഒരു പാസേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടും സിറ്റ് ഔട്ടിന്റെ 2 സ്റ്റെപ്പുകളും ഫുൾ ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 11.5 അടിയും വീതി 31 സെന്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിന്റെ വലിപ്പം 11.5 അടി നീളവും 5 അടി വീതിയുമാണ്. 57.5 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ജനലും അതിന്റെ പാളികളും ഫ്രണ്ട് ഡോറും അതിന്റെ കട്ട്ലയും ഫുൾ നാടൻ തേക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിന്റെ ഹൈറ്റ് 6 അടിയും വീതി 3.5 അടിയുമാണ്. ഇതാണ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് TV ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് 3 പാളികളോട് കൂടിയുള്ള ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം 12.25 അടി നീളവും 11 അടി വീതിയുമാണ്. 140 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് കയറുന്നതിനായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ലിക്വിഡ് വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഗമ്മും ക്ലോത്തുമാണ്. ഈ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് മോഡൽ റൗണ്ട് വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 17.5 അടി നീളവും 12.25 അടി വീതിയുമാണ്. 223 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത്. ഇവിടെ സ്റ്റെയറിന്റെ റൈറ്റ് സൈഡിൽ ഡൈനിങ് ഏരിയയിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ഭാഗം ഇവര് മൾട്ടിവുഡിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്ത് കവേഡ് ആക്കിയിട്ടുണ്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 13.25 അടി നീളവും 11 അടി വീതിയുമാണ്. 146 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇത് തന്നെയാണ് കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ബെഡ്റൂമും. ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഗ്രേ കളർ ആന്റി സ്കിഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 7.5 അടി നീളവും 4 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഒരു അടുക്കളയാണ്. ഒരു ഓപ്പൺ ടൈപ്പ് അടുക്കളയാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അടുക്കളയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഒരു ഷെൽഫ് മോഡല് മൾട്ടിവുഡിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് LED ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. കിച്ചൺ സ്ലാബ് സാധാരണ പോലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലാബിന്റെ താഴത്തും മുകളിലും ബ്രൗൺ കളർ ഫിനിഷിങ്ങിൽ മൾട്ടിവുഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബിന്റെ ടോപ്പ് ഭാഗത്ത് കബോർഡ് വർക്കിന്റെ ഹൈറ്റ് വരെ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ലാബിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 8.5 അടി വീതിയുമാണ്. 85 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിന് 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഡോറ് ഫുൾ പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ആണ്. ഈ കാണുന്നതാണ് സ്റ്റെയർ. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് സ്കേട്ടിങ്ങും റേസറും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 90 സെന്റിമീറ്ററും വീതി 26 സെന്റിമീറ്ററും ആണ്. നേരെ കാണുന്ന ഭിത്തിയിൽ ഗ്ലാസ് സെറ്റ് ചെയ്ത് ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ഫ്ലവർ വൈസോ മറ്റ് അലങ്കാര സാധനങ്ങളൊക്കെ വെക്കുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ 3 ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയില് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. സ്റ്റെയറിൽ ലാൻഡിംഗ് അടക്കം 18 സ്റ്റെപ്പുകളാണുള്ളത്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 13.5 അടി നീളവും 12.5 അടി വീതിയുമാണ്. 169 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. അത്യാവശ്യം ഫർണിച്ചറും TVയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. താഴെ കണ്ട ഫസ്റ്റ് ബെഡ്റൂമിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 13.25 അടി നീളവും 11 അടി വീതിയുമാണ്. 146 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ബ്രൗൺ കളറും ഐവറി കളറിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 7.5 അടി നീളവും 4 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെയുള്ള 4 ബാത്റൂമുകളിലും ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ്. സുപ്രീമിന്റെ പൈപ്പുകളാണ് ഇവിടെ ഇലക്ട്രിക്കൽ ആവശ്യത്തിനും പ്ലംബിംഗ് ആവശ്യത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം. മറ്റ് 3 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി ചെറിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 10.25 അടി നീളവും 9 അടി വീതിയുമാണ്. 97 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വൈറ്റ് കളറും ഗ്രേ കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിന്റെ വലിപ്പം 7 അടി നീളവും 4.25 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. കൂടാതെ ഇവിടെ എല്ലാ ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് ചെയ്ത് ലീക്ക് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 14.25 അടി നീളവും 10 അടി വീതിയുമാണ്. 142.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. പകരം അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്ക് ആ കോമൺ ബാത്റൂം യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിലേക്ക് കടക്കുന്ന ഡോറും അതിൻ്റെ കട്ട്ലയും നല്ല നാടൻ തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ സൈഡിൽ സ്റ്റീലിലും ഗ്ലാസ്സിലും ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 11.5 അടി നീളവും 5.5 അടി വീതിയുമാണ്. 63 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടാർ റോഡും ഈ വില്ലയുടെ സൈഡിൽ കൂടി കടന്നു പോകുന്ന ലോറി കടന്നു വരുന്ന വഴിയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്നുള്ള ഒരു കോമൺ ബാത്റൂമാണ്. ഇതാണ് കോമൺ ബാത്റൂം.
ഈ ബാത്റൂമിൻ്റെ വാളിൽ റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ടൈലും ലെഫ്റ്റ് സൈഡിലും നേരെ കാണുന്ന ഭിത്തിയിലും വൈറ്റ് കളർ വലിയ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ ഒരു ഓപ്പൺ ഏരിയ ആണ്. ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറ് പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ മൊത്തം പാരപ്പറ്റ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മുകളിലുള്ള ടെറസാണ്. ഇതാണ് മുകളിലേക്ക് കയറാനുള്ള ടെറസ്. മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ നല്ല സ്ലോപ്പിൽ തന്നെയാണ് സ്റ്റെയർ പണിതിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് പാരപ്പറ്റിനോട് ചേർന്ന് തന്നെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ GI സ്ക്വയർ പൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാരപ്പറ്റ് പൊട്ടാതിരിക്കാനായിട്ടും ഡ്രില്ല് ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കാനും ഒക്കെ ആയിട്ട് പാരപ്പറ്റിൻ്റെ ടോപ്പിൽ 8 mm കമ്പി ഒരു ലെയർ നിരത്തി ബെൽറ്റ് പോലെ വാർത്ത് നല്ല സേഫ് ആക്കിയിട്ടുണ്ട്. താഴെ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 11.5 അടി നീളവും 6.25 അടി വീതിയുമാണ്. 72 സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത്. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കാണാം. ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ചെടിയൊക്കെ നടാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് 6500 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ വാട്ടർ ടാങ്കിനുള്ളത്. അതിന് പൊക്കത്തായിട്ട് ഒരു മൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഈ ടാങ്കിൽ നിന്നും വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിന് ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിൽ മൊത്തം മെറ്റലാണ് വരുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 13 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3.25 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 8 കിലോമീറ്ററും നടക്കാവിലേക്ക് 1.5 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 8.25 കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് 5.25 കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് 9 കിലോമീറ്ററും കാക്കനാടേക്ക് 16 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.25 കിലോമീറ്ററും കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.25 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ഇവിടെ തടിപ്പണിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും പ്ലാവും നല്ല മൂത്ത ആഞ്ഞിലിയുമാണ്. ഈ 4.5 സെന്റ് സ്ഥലവും 1850 സ്ക്വയർ ഫീറ്റ് 4 BHK ആയിട്ടുള്ള ഈ ഇൻഡിപെൻഡന്റ് വില്ലയ്ക്ക് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. ഇപ്പം 4.5 സെന്റ് പോരാതെ ഒരു 1/2 സെന്റും കൂടി കൂടുതൽ വേണം, 5 സെന്റ് ആക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തൊട്ട് റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് ഒരു 1/2 സെന്റ് കൂടി വാങ്ങിക്കാവുന്നതാണ് മാർക്കറ്റ് റേറ്റ് കൊടുത്ത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.